ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻകം ടാക്സ് പാർട്ട് 15 ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GG ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. ഇവിടെ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സെക്ഷൻ 80GG ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. നമുക്കറിയാം, ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ള ഒരുപാട് നികുതി ഇളവുകൾ നമ്മൾ എല്ലാ കൊല്ലവും പ്രയോജനപ്പെടുത്താറുണ്ട്. എന്നാൽ വീട്ടുവാടക അല്ലെങ്കിൽ ഹൗസ് റെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നികുതി ഇളവുകൾ പലപ്പോഴും ആൾക്കാർ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് പല രീതിയിലാണ്. അറിയാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും തെറ്റുവരുത്തിയിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ ലെറ്റർ വരാനുള്ള ചാൻസസ് ഈ സെക്ഷൻ ക്ലെയിമിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഈ വീട്ടുവാടകയുടെ നികുതി ഇളവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പല ആൾക്കാർക്കും ഇൻകം ടാക്സിൽ നിന്ന് ലെറ്റർ വന്നിട്ടുള്ളത്. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ HRA ലഭിക്കുന്ന പാർട്ടി തന്നെ, അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 30A ക്ലെയിം ചെയ്ത അതേ ടാക്സ് പെയർ തന്നെ ഏതും കൂടി ക്ലെയിം ചെയ്തിട്ടുണ്ടാവും, സെക്ഷൻ 80GGയിൽ കൂടി ഈ വീട്ടുവാടക ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് സെക്ഷനിലും ഈ ക്ലെയിമുകൾ, അതായത് നിങ്ങളുടെ സാലറിയുടെ പാർട്ടായിട്ട് നിങ്ങളുടെ എംപ്ലോയർ തൊഴിലുടമ നിങ്ങൾക്ക് വീട്ടുവാടക തരുന്നുണ്ടെങ്കിൽ, HRA ഹൗസ് റെന്റ് അലവൻസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലെയിം ചെയ്യാൻ പാടില്ല, സെക്ഷൻ 80GGയിൽ നിങ്ങൾ കൊടുക്കുന്ന വീട്ടുവാടക ക്ലെയിം ചെയ്യാൻ പാടില്ല. പക്ഷെ പല ആൾക്കാരും സാലറി മുഴുവൻ എന്നുള്ള രീതിയിൽ അവിടെയും ക്ലെയിം ചെയ്ത് HRA ഹൗസ് റെന്റ് അലവൻസ് അതും ക്ലെയിം ചെയ്തു ആ സെക്ഷനിൽ. അതുകൂടാതെ 80GG കൂടെ ആ വീട്ടുവാടക കൊടുത്തത് കൂടി ക്ലെയിം ചെയ്തു. അതായത് രണ്ടും കൂടി ക്ലെയിം ചെയ്തു. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയുള്ളവർക്ക് സാലറീഡ് പേഴ്സണ് ഒരുപാട് ആൾക്കാർക്ക് ഇൻകം ടാക്സിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഏത് അവസരത്തിലാണ് നമുക്ക് 80GG ഹൗസ് റെന്റ് അടക്കുന്നത് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നോക്കുക, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GG ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, ഹൗസ് റെന്റ് സെക്ഷൻ 80GG സെക്ഷൻ 10 സബ്സെക്ഷൻ 13A HRA. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് റെന്റ് ക്ലെയിം ചെയ്തത്. സെക്ഷൻ 80GG ക്ലെയിം ചെയ്തത് എംപ്ലോയറിൽ നിന്നും HRA ലഭിക്കാത്ത എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തികളാണ് 80GGയിൽ വീട്ടുവാടക ക്ലെയിം ചെയ്യേണ്ടത്. അതായത് ഡിഡക്ഷൻ ആയിട്ട് നികുതി ഇളവായിട്ട് ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയുള്ള ആളാണ്, സെക്ഷൻ 80GGയിൽ ക്ലെയിം ചെയ്യേണ്ടത് എംപ്ലോയറിൽ നിന്നും HRA ലഭിക്കാത്ത എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി. ഒരു വ്യക്തിക്ക് എംപ്ലോയറിൽ നിന്ന് HRA ലഭിക്കുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടുവാടകയായിട്ട് അദ്ദേഹം പൈസ വാടകയായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തി വാടക കൊടുക്കേണ്ടി വരുന്നുണ്ട്, പക്ഷെ അതേസമയം അവർക്ക് HRA ആയിട്ട് എംപ്ലോയറിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് സെക്ഷൻ 80GGയിൽ ഹൗസ് റെന്റ് എന്നുള്ള നിലയിൽ IT ഡിഡക്ഷൻ ക്ലെയിം ചെയ്യേണ്ടത്. ഇനി എംപ്ലോയറിൽ നിന്ന് അവരുടെ സാലറിയുടെ പാർട്ടാണ്. ഈ HRA ഈസ് ദ കമ്പോണന്റ് ഓഫ് യുവർ സാലറി പാക്കേജ്. നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയുടെ ഒരു കമ്പോണന്റ് ആണ്, ഒരു പ്രധാന ഘടകമാണ് ഹൗസ് റെന്റ് അലവൻസ് എങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ തൊഴിലുടമ നിങ്ങൾക്ക് HRA എന്ന രീതിയിൽ ഒരു അലവൻസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലെയിം ചെയ്യണം, HRAയിലാണ് നികുതി ഇളവ് ക്ലെയിം ചെയ്യേണ്ടത്, മറിച്ച് ഏതിലല്ല, സെക്ഷൻ 80GGയിലല്ല. ഇനി രണ്ടും കൂടിയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. HRAയിൽ അതും ക്ലെയിം ചെയ്തു, 80GGയിൽ ഇപ്പഴും ക്ലെയിം ചെയ്തു. രണ്ട് സ്ഥലത്ത് ഡബിൾ ക്ലെയിമിംഗ് നടക്കില്ല. ഇനി അതല്ല, HRA കിട്ടുന്നുണ്ടെങ്കിൽ ഏതും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, 80GGയും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അതായത് 80GG ക്ലെയിം ചെയ്യേണ്ടത് എംപ്ലോയറിൽ നിന്ന് HRA ലഭിക്കാത്ത സാഹചര്യത്തിലാണ്. നിങ്ങളുടെ സാലറിയുടെ പ്രധാന ഘടകമാണ് HRA എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലുടമയിൽ നിന്ന് വീട്ടുവാടക അലവൻസ് ആയിട്ട് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി ഇളവ് ക്ലെയിം ചെയ്യേണ്ടത് HRA, അതായത് സെക്ഷൻ 10 13A എന്നുള്ള നിലയിലാണ്. അല്ലാതെ ഏതല്ല, 80GG എന്നുള്ള രീതിയിലല്ല ക്ലെയിം ചെയ്യേണ്ടത്. അങ്ങനെ ക്ലെയിം ചെയ്താൽ നിങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കുന്നതല്ല. അതായത് രണ്ടും ഒരുമിച്ച് ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ HRA ലഭിക്കുന്ന ആള് 80GGയിൽ ക്ലെയിം ചെയ്യുകയോ ചെയ്താൽ അത്
ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച് തരില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇൻകം ടാക്സിൽ നിന്ന് ലെറ്റർ വന്നിട്ടുള്ളത്. നോക്കുക, നോട്ട്, ഇഫ് യു ആർ സാലറീഡ് ആൻഡ് റിസീവ് HRA you cannot claim 80GG deduction. Self-employed are eligible to claim 80GG. ഇനി ഇവിടെ സാലറീഡ് പേഴ്സൺ മാത്രമല്ല, ആർക്കും കൂടി ക്ലെയിം ചെയ്യാം. സെൽഫ് എംപ്ലോയിഡിന് HRA ലഭിക്കാൻ ചാൻസസ് ഇല്ല. അതായത് എംപ്ലോയർ ഇല്ലല്ലോ, അവർ സെൽഫ് എംപ്ലോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതിലൂടെ ക്ലെയിം ചെയ്യാം? സെക്ഷൻ 80GGയിലൂടെ വീട്ടുവാടക, ഹൗസ് റെന്റ് എന്നുള്ളത് ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. സെൽഫ് എംപ്ലോയിഡിന് 80GGയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അതേസമയം സാലറീഡ് ആണെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം? ഇഫ് യു ആർ സാലറീഡ് ആൻഡ് റിസീവ് HRA ലഭിക്കുന്നില്ലെങ്കിൽ ഏതിൽ ക്ലെയിം ചെയ്യാം? സെക്ഷൻ 80GGയിൽ ക്ലെയിം ചെയ്യാം. HRA ലഭിക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ സാലറീഡ് ആൻഡ് റിസീവ് HRA യു കാനോട്ട് ക്ലെയിം 80GG ഡിഡക്ഷൻ. ഈ ഇൻകം ടാക്സിൽ നിന്ന് ഒരുപാട് ആൾക്ക് ലെറ്റർ വന്നത് മാത്രമല്ല, പരിചയമുള്ളതിൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഏതാണ് ഞാൻ ക്ലെയിം ചെയ്യേണ്ടത്? അതായത് HRA ലഭിക്കുന്നുണ്ട്, ഞാൻ വാടക കൊടുക്കുന്നുണ്ട്, അപ്പം എനിക്ക് 80GGയിലാണോ ക്ലെയിം ചെയ്യേണ്ടത് അല്ലെങ്കിൽ HRA ആണോ ഞാൻ ക്ലെയിം ചെയ്യേണ്ടത്? ഏതായിരിക്കും ക്ലെയിം ചെയ്യുന്നത് നല്ലത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് HRA സാലറിയുടെ പാർട്ട് ആണെങ്കിൽ നിങ്ങൾ HRA തന്നെയാണ്, സെക്ഷൻ 10 സബ്സെക്ഷൻ 13A തന്നെയാണ് ക്ലെയിം ചെയ്യേണ്ടത്. ആ സെക്ഷനിൽ തന്നെയാണ് ക്ലെയിം ചെയ്യേണ്ടത്. അതേസമയം HRA ലഭിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഏത് ക്ലെയിം ചെയ്യേണ്ടു? സെക്ഷൻ 80GGയിൽ വീട്ടുവാടക കൊടുത്തത് ക്ലെയിം ചെയ്യണ്ടു. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിൽ രണ്ടിൽ ഏതാണ് ബെറ്റർ എന്നുള്ള ചോദ്യം അവിടെ ഇല്ല. ഇത് രണ്ടും ക്ലെയിം ചെയ്യാം എന്നുള്ള ചിന്തയും വേണ്ട. നമ്മുടെ ക്ലിയർ ആയല്ലോ? ഇഫ് യു ആർ സാലറീഡ് ആൻഡ് റിസീവ് HRA യു കാനോട്ട് ക്ലെയിം 80GG ഡിഡക്ഷൻ. ഇനി സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ അവർക്ക് എംപ്ലോയറിൽ നിന്ന് HRA ഒന്നും ലഭിക്കാൻ ചാൻസസ് ഇല്ല. സെൽഫ് എംപ്ലോയിഡ് ആർ എലിജിബിൾ ടു ക്ലെയിം 80GG. അതേസമയം സാലറീഡ് ആണെങ്കിലും HRA ലഭിക്കുന്നില്ലെങ്കിൽ ഏതിൽ ക്ലെയിം ചെയ്യാം? സെക്ഷൻ 80GGയിൽ ക്ലെയിം ചെയ്യാം. ഇനി കണ്ടീഷൻസ് ഉണ്ട്, നോക്കുക. എന്താണ് കണ്ടീഷൻസ്? ഒരു 5 കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. കണ്ടീഷൻസ് 1, ടാക്സ് പെയർ ഈസ് സെൽഫ് എംപ്ലോയിഡ് ഓർ സാലറീഡ്. ഏതെല്ലാം ആൾക്കാർക്ക് ഇതിലൂടെ ക്ലെയിം ചെയ്യാം? ടാക്സ് പെയർ ഈസ് സെൽഫ് എംപ്ലോയിഡ് ഓർ സാലറീഡ്. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയിക്കോട്ടെ സാലറീഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 80GGയിൽ വാടക ക്ലെയിം ചെയ്യുന്നതിന്, ഹൗസ് റെന്റ് ക്ലെയിം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ദ ഇൻഡിവിജ്വൽ ഹാസ് നോട്ട് റിസീവ്ഡ് HRA അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ. ആ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയറിന് ഇതിൽ പറയുന്ന ഇൻഡിവിജ്വലിന്, സെൽഫ് എംപ്ലോയിഡ് ആയിക്കോട്ടെ സാലറീഡ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വലിന് എന്ത് ലഭിച്ചിരിക്കാൻ പാടില്ല? ഹൗസ് റെന്റ് അലവൻസ് അവരുടെ എംപ്ലോയറിൽ നിന്ന് ലഭിച്ചിരിക്കാൻ പാടില്ല. ഇൻഡിവിജ്വൽ ഹാസ് നോട്ട് റിസീവ്ഡ് HRA അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ. ആ സാമ്പത്തിക വർഷം മുഴുവൻ കണക്കിലെടുക്കുകയാണെങ്കിൽ ആ സാമ്പത്തിക വർഷത്തിൽ ഒരു സമയത്തും നിങ്ങൾക്ക് എന്ത് ലഭിക്കാൻ പാടില്ല? എംപ്ലോയറിൽ നിന്ന് HRA ലഭിച്ചിരിക്കാൻ പാടില്ല. ഓർമ്മിക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് 80GG ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏതാണ് ബെറ്റർ എന്നുള്ള ചോദ്യമില്ല. നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ട്, HRA കിട്ടുന്നുണ്ട്, ഏതാണ് ബെറ്റർ, ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സാമ്പത്തിക ബെനിഫിറ്റ് കിട്ടുക, അത് ക്ലെയിം ചെയ്യാൻ എന്നില്ല. HRA ലഭിക്കുന്നുണ്ടെങ്കിൽ HRA തന്നെയാണ് ക്ലെയിം ചെയ്യേണ്ടത്. HRA ലഭിക്കാത്ത സാഹചര്യത്തിലാണ് 80GG പറയുന്നത്. നോക്കുക, HRA തേർഡ് പോയിന്റ്, HRA ഷുഡ് നോട്ട് ബി എ കമ്പോണന്റ് ഓഫ് ദി സാലറി പാക്കേജ്. നിങ്ങളുടെ സാലറി പാക്കേജിൽ ഏത് വരാൻ പാടില്ല? HRA കടന്നു വരാൻ പാടില്ല. അത് മൂന്നാമത്തെ കണ്ടീഷനാണ്. ഇനി നാലാമത്തെ കണ്ടീഷൻ, സെക്ഷൻ 80GG ഈസ് നോട്ട് അവൈലബിൾ ടു എ പേഴ്സൺ ഹു ഓൺസ് എ ഹൗസ് ബട്ട് ലിവ്സ് ഇൻ എ റെന്റഡ് ഹൗസ് ഇൻ ദ സെയിം സിറ്റി. ഇനി നിങ്ങൾ ആ വാടകയ്ക്ക് താമസിച്ചിട്ട്, അതായത് 80GG ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് അതേ സെയിം സ്ഥലത്ത് തന്നെ എന്ത് പാടില്ല? ടു എ പേഴ്സൺ ഹു ഓൺസ് എ ഹൗസ്, അദ്ദേഹത്തിന് സ്വന്തം ഒരു വീട് അവിടെ അല്ലെങ്കിൽ താമസ സ്ഥലം അവിടെ ഉണ്ടാകാൻ പാടില്ല. അക്കോമഡേഷൻ പ്ലേസ് അവിടെ ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ അല്ലേ? അതായത് സെക്ഷൻ 80GG ക്ലെയിം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് വാടക താമസിച്ചിട്ടുണ്ട്, ആ വാടക കൊടുക്കുന്നതാണ് നിങ്ങൾ 80GGയിൽ ക്ലെയിം ചെയ്യുക. പക്ഷെ അതേ സെയിം പ്ലേസിൽ തന്നെ ഏത് പാടില്ല? നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് വീട്, ഒരു താമസ സ്ഥലം ഉണ്ടാവാൻ പാടില്ല. അതാണ് നാലാമത്തെ കണ്ടീഷൻ. അഞ്ചാമത്തെ കണ്ടീഷൻ, സെക്ഷൻ 80GG ഈസ് നോട്ട് അവൈലബിൾ ടു എ പേഴ്സൺ who owns a house in another city and claims a tax benefit towards payment of home loan interest for that house. ഇനി അതേ സിറ്റിയിലല്ല, വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു താമസ സ്ഥലമുണ്ട്, ആ താമസ സ്ഥലത്തിന് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ഹോം ലോൺ ഇൻട്രസ്റ്റ് ആ വീട്ടിന് ക്ലെയിം ചെയ്യുന്ന ഒരു വീട് അല്ലെ താമസ സ്ഥലം നിങ്ങൾ ഓൺ ചെയ്യാൻ പാടില്ല.
ഈ സെക്ഷൻ 80GG നിങ്ങൾ കൊടുക്കുന്ന വീട്ടുവാടക ക്ലെയിം ചെയ്യുമ്പോൾ നാലാമത്തെയും അഞ്ചാമത്തെയും പോയിന്റ് നോക്കുക. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് നിങ്ങൾ ആ വാടകയ്ക്ക് താമസിക്കുന്ന താമസ സ്ഥലത്തിന്റെ അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അക്കോമഡേഷൻ താമസ സ്ഥലം ഉണ്ടാകാൻ പാടില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് വേറെ അതേ സിറ്റിയിലല്ല, വേറെ സ്ഥലത്താണ് നിങ്ങൾക്ക് താമസ സ്ഥലമെങ്കിൽ ആ താമസ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഹോം ലോൺ എടുത്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് സെക്ഷൻ 24B ക്ലെയിം ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതിന് എലിജിബിൾ അല്ല? സെക്ഷൻ 80GG ഹൗസ് റെന്റ് വാടക, അതായത് വീട്ടുവാടക ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ ആയിട്ട് നികുതി ഇളവായിട്ട് ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ 5 പോയിന്റ് ഉണ്ട്. അപ്പൊ അത് 5 പോയിന്റും ഓർത്തു വെക്കുക. ഇനി എങ്ങനെയാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക? ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80GG എങ്ങനെയാണ് നമുക്ക് ആ മുഴുവൻ കൊടുത്ത വാടകക്കാണോ എങ്ങനെ ഏത് എമൗണ്ടിനാണ് ക്ലെയിം കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80GG ലോവർ ഓഫ് ദ ഫോളോയിങ് എമൗണ്ട് വുഡ് ബി അവൈലബിൾ. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എമൗണ്ട് വുഡ് ബി അവൈലബിൾ. ഈ ഒരു 3 എമൗണ്ടുകൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏത് എമൗണ്ട് ആണോ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ എമൗണ്ട് ഉള്ളത് ആ എമൗണ്ട് ആണ് അണ്ടർ സെക്ഷൻ 80GG നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. നോക്കുക ഏതൊക്കെയാണ്? ₹5,000 പെർ മന്ത് ഓർ ₹60,000 പെർ ആനം. അതായത് 5,000 രൂപയാണ് പെർ മന്ത് നമുക്ക് ഒഴിവ് പറയുന്നത്, ഇതിന്റെ ഒരു ലിമിറ്റ് പറയുന്നത്. അത് പെർ മന്ത് 5,000 ആണെങ്കിൽ ഒരു വർഷത്തേക്ക് 5,000 into 12 മന്ത് 12 മാസത്തേക്ക് 60,000, അതായത് 60,000 പെർ ആനം. അതാണ് ഒന്നാമത്തെ എമൗണ്ട്. സെക്കൻഡ് 25% ഓഫ് ദി അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ 25% എന്താണെന്ന് നോക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ബന്ധപ്പെടുത്തിയിട്ട് ഈ 3 എമൗണ്ട് കണ്ടെത്തി എഴുതി നോക്കുക. ഇതിൻ്റെ അകത്ത് ഏത് എമൗണ്ട് ആണോ ഏറ്റവും ലീസ്റ്റ് ഉള്ളത്, ഏറ്റവും ചെറിയ എമൗണ്ട് വരുന്നത്, അതാണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക, നികുതി ഇളവായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുക. ഒന്നാമത്തത് ₹5,000 പെർ മന്ത് അല്ലെങ്കിൽ 60,000 ആനുവലി. രണ്ടാമത്തെ 25% ഓഫ് ദി അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകത്തിന്റെ 25%. ഇനി മൂന്നാമത്തത് ആക്ച്വൽ റെന്റ് പെയ്ഡ് ലെസ് 10% ഓഫ് ടോട്ടൽ ഇൻകം. ആക്ച്വൽ റെന്റ് പെയ്ഡ് ഏത് എമൗണ്ട് ആണോ വാടകയായിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ കൊടുത്തത് അതിൽ നിന്ന് 10% ഓഫ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകത്തിന്റെ 10% നിങ്ങൾ ലെസ് ചെയ്യണം ആ എമൗണ്ട്. അങ്ങനെ 3 എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലീസ്റ്റ് ഏതാണ്, ഏറ്റവും കുറവ് ഏതാണ്, അതാണ് നിങ്ങൾക്ക് സെക്ഷൻ 80GG പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റുക. നമുക്കിത് ഈ റൂള് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാ മാറ്ററിലും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലൂടെ വിവരിക്കുകയാണ്. ആ എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ആ ഉദാഹരണം നോക്കുക. എക്സാമ്പിൾ: മിസ്റ്റർ ശ്രീകാന്ത് ഈസ് ഏർണിംഗ് ₹5 lakh in the financial year 2019-20 and stays in a rented accommodation for which he is not getting any house rent allowance. The annual rent being paid by Mr. Srikanth is ₹1,20,000. Calculate deduction available to Mr. Srikanth under section 80GG. ഇനി ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരാളുടെ ഒരു സാമ്പത്തിക വർഷത്തെ, അതായത് സാമ്പത്തിക വർഷം 2019-20 ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ഇനി അദ്ദേഹം സ്റ്റേസ് ഇൻ എ റെന്റഡ് അക്കോമഡേഷൻ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഫോർ വിച്ച് ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് ഹൗസ് റെന്റ് അലവൻസ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കുക. ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി ഹൗസ് റെന്റ് അലവൻസ്. അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നില്ല? HRA ആയിട്ട് ഒന്നും ലഭിക്കുന്നില്ല, വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ദ ആനുവൽ റെന്റ് ബീങ് പെയ്ഡ് ബൈ മിസ്റ്റർ ശ്രീകാന്ത് ഈസ് 1,20,000. 1,20,000 ഒരു സാമ്പത്തിക വർഷത്തിലെ, അതായത് 19-20 ആനുവൽ റെന്റ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റഡ് ഡിഡക്ഷൻ അവൈലബിൾ ടു ശ്രീകാന്ത് അണ്ടർ സെക്ഷൻ 80GG. ഇനി നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്താണ്? മന്ത്ലി റെന്റൽ ലിമിറ്റ് ₹5,000, ആനുവൽ റെന്റ് 5,000 into 12 മന്ത് എത്ര വരും? ₹60,000 വന്നു. ഇനി 25% ഓഫ് ടോട്ടൽ ആനുവൽ ഇൻകം, അത് 25% പറഞ്ഞു. അതായത് ആ ടോട്ടൽ ഇൻകത്തിന്റെ 25%. ഇവിടെ ടോട്ടൽ ഇൻകത്തിന് ഒരു സാമ്പത്തിക വർഷം പറഞ്ഞിട്ടുള്ളത് ശ്രീകാന്തിന് ലഭിക്കുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷത്തിന്റെ 25% നോക്കി അത് 1,25,000 വരുന്നത്. ഇനി മൂന്നാമത്തത് എന്താണ്? ആക്ച്വൽ റെന്റ് പെയ്ഡ് ലെസ് 10% ഓഫ് ടോട്ടൽ ഇൻകം. ആക്ച്വൽ റെന്റ് പെയ്ഡ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1,20,000 ആക്ച്വൽ റെന്റ് ശ്രീകാന്ത് കൊടുത്തിട്ടുള്ളത് ആ 19-20 സാമ്പത്തിക വർഷത്തിൽ. ലെസ് 10% ഓഫ് ടോട്ടൽ ഇൻകം. അത് ടോട്ടൽ ഇൻകം എത്രയാണ്?
5 lakh ആണ്, അതിന്റെ 10% 50,000 വന്നു, അത് ലെസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ 70,000 വന്നു. അപ്പൊ 3 എമൗണ്ട് നമുക്ക് കിട്ടി. ഇവിടെ ഒന്നാമത്തെ പോയിന്റിൽ 60,000 ആണ് വന്നിട്ടുള്ളത്, രണ്ടാമത്തെ പോയിന്റ് 1,25,000 ആണ് വന്നിട്ടുള്ളത്, മൂന്നാമത്തെ പോയിന്റിൽ 70,000 ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ലീസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യം പറഞ്ഞ ലിമിറ്റ് തന്നെയാണ്, 60,000 തന്നെയാണ്, ആ ത്രെഷോൾഡ് തന്നെയാണ്. അപ്പോൾ ഈ കേസിൽ ഇൻകം ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് ശ്രീകാന്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, നികുതി ഇളവായിട്ട് ശ്രീകാന്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഈ 60,000 ആണ്. ഇൻ ദിസ് കേസ് 60,000 ഈസ് ലോവസ്റ്റ്, സോ ഹി ക്യാൻ ക്ലെയിം ആസ് ഡിഡക്ഷൻ. ശ്രീകാന്തിന് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 60,000 ആണ്. അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെയാണ് ഈ 80GG പ്രകാരമുള്ള ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഉദാഹരണത്തോടു കൂടി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെയുള്ള തെറ്റിദ്ധാരണ തിരുത്തേണ്ടത്, ഒരുപാട് ആൾക്കാർക്ക് ഇൻകം ടാക്സ് ലെറ്റർ വന്നതാണ്, അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാക്കുക. ഇത് രണ്ടും ഒരുമിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു പോയിന്റ്. രണ്ടാമത്തത്, ഇതിൽ രണ്ടിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ ഭാഗം, ഒരു പ്രധാന കമ്പോണന്റ് HRA ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് HRA നിങ്ങളുടെ തൊഴിലുടമയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A പ്രകാരം നിങ്ങൾ നികുതി ഇളവ് ക്ലെയിം ചെയ്യുക. ഇനി അങ്ങനെയല്ല, എംപ്ലോയറിൽ നിന്ന് HRA ലഭിക്കുന്നില്ല, സാലറിയിലാണ്, നിങ്ങൾക്ക് HRA ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ IT നികുതി ഇളവ് ക്ലെയിം ചെയ്യേണ്ടത് സെക്ഷൻ 80GG പ്രകാരം. അതുപോലെ തന്നെ ആരും കൂടിയുണ്ട്, സെൽഫ് എംപ്ലോയിഡിനും, അതായത് സാലറീഡ് HRA ലഭിക്കാത്തവർക്കും സെക്ഷൻ 80GG പ്രകാരം ക്ലെയിം ചെയ്യാം. അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡിനും സെക്ഷൻ 80GG പ്രകാരം ഈ റൂൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ റൂളിലൂടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നികുതി ഇളവ്, ഇൻകം ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. താങ്ക്സ്.